ഹലോ. അപ്പോൾ രാവിലെ ഏറ്റവും മുഖം പോലും കഴുകാണ്ടിരിക്കുന്ന തന്നെയാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പീരീഡ്സ് ആയതിൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ചടഞ്ഞു കൂടിയിരിക്കാനാട്ടോ ഇഷ്ടം. അപ്പം ഞാൻ കുറച്ച് വെയിലൊക്കെ പോയി കൊണ്ടു. ഞാനപ്പം വന്ന് നോക്കുമ്പോൾ അമ്മ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അമ്മ പോയി കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് ചെന്നപ്പം ഡോഗ്സിനൊക്കെ വേണ്ട ഫുഡ് അവൻ കൊടുക്കുമായിരുന്നു കേട്ടോ. ഇന്ന് ഞാനായിരുന്നു കൊടുക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാ പണിയും അവനായിട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരാളുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പം ഫുഡൊന്നും ആയില്ലേടി എന്നിട്ട് എൻ്റെ അടുത്ത് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ അവർക്കൊരു പുതിയ ബെഡ് അങ്ങ് തയ്ച്ച് കൊടുത്തായിരുന്നു. ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അതിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. എവിടെയെങ്കിലും അത് കണ്ടാൽ മതി അതിൻ്റെ മുകളിൽ കയറിയും കിടന്നോളൂ. ഇവൻ്റെ അമ്മയാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ ഈ അമ്മയാണെന്നുള്ള കാര്യം അവർക്കും അറിയില്ല, മകനാണെന്ന കാര്യം അവർക്കും അറിയത്തില്ല. പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹിച്ച് പോകുന്നു. പിന്നെ ഞാൻ പുറത്ത് നോക്കിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം നല്ല വെയിലുണ്ടാവും, പക്ഷേ എനിക്ക് പറ്റില്ല. പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു ചക്കയൊക്കെ വെട്ടാരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രാവിലെ എനിക്കാവുന്ന ദിവസം പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞിയും കുറച്ച് തോരനൊക്കെ എടുത്ത് വെച്ചങ്ങ് നന്നായിട്ട് കഴിച്ചു കേട്ടോ. പൊതുവേ ഒരു ഫുഡും കഴിക്കാത്ത ആളാട്ടോ ഞാൻ. പിന്നെ പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ വൊമിറ്റ് ചെയ്യാൻ വരും. ഫുഡിൻ്റെ മണമടിച്ചാലേ എനിക്ക് പറ്റത്തില്ല. വീട്ടുകാരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നീ വല്ല ഗർഭിണിയാണോടി? ഗർഭിണികളെക്കാളും കഷ്ടമാട്ടോ എനിക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്പോഴത്തേക്ക് അവൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അവനെയൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമായിരുന്നു കേട്ടോ. അവർക്ക് തമ്മിൽ ഭയങ്കര സ്നേഹമാട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഹോട്ട് ബാഗിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് കുറേ നേരം കിടന്നായിരുന്നു കേട്ടോ. പൊതുവെ ഫോണിൽ ഏതെങ്കിലുമൊക്കെ സിനിമ കാണും, അത് കണ്ട് കിടക്കാറൊക്കെ കേട്ടോ ഞാൻ പതിവ്. പൊതുവെ എന്നെക്കൊണ്ട് ഒന്നിനും ഇപ്പോൾ പറ്റത്തുണ്ടാവില്ല. ബെഡ് കണ്ടാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്തെങ്കിലും ഒരു സിനിമ, പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ്, അതായത് നല്ല ഫുഡല്ല, എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വെച്ചാൽ എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ അവർ തന്നെ ആക്കി. എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ അവർ ചോറൊക്കെ വിളമ്പിയിട്ട് ശേഷം കേട്ടോ ഞാൻ ഏറ്റു വന്നത്. അപ്പം നല്ല തൈരും നല്ല സാമ്പാറും നല്ല തോരനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞാൻ കുറേ നേരം പോയി റെസ്റ്റ് എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം ആകാനായപ്പോഴത്തേക്കൊക്കെ വെയിലൊക്കെ ആറിയപ്പോഴത്തേക്കും അമ്മ കറിവേപ്പില പറിക്കാൻ പോയിട്ടോ. അമ്മയ്ക്ക് ഒന്നാമത് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് പറിക്കാൻ എത്തത്തില്ല. ഞാനായിരുന്നു പിന്നെ അത് വളച്ചൊടിക്കുമായിരുന്നു. പിന്നെ പീരിയഡ്സ് ആയെന്നുള്ള കാരണം കൊണ്ട് എന്നെ അത് തൊടിയിക്കത്തില്ല. എനിക്കറിയത്തില്ല ഇപ്പോഴും എന്താ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നതെന്ന്. അമ്മയ്ക്കത് പറിക്കാൻ എത്താഞ്ഞിട്ട് നല്ല കമ്പൊക്കെ എടുത്ത് വെച്ചാട്ടോ പറിക്കുന്നത്. പിന്നെ എവിടെ പോയാലും പുറകെ വരുന്ന ആളാട്ടോ ഇവന്. പിന്നെ അമ്മേനോട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. നീ വേണേൽ എന്നെ ഇങ്ങനെ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല മഴയും കാറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറിപ്പോയി. പിന്നെ ഇവനെ കണ്ട് എനിക്ക് സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അവനും അവൾക്കൊക്കെ അത്രയും സ്നേഹം കേട്ടോ. പിന്നെ അമ്മ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മേനോട് പൊതുവെ വീഡിയോ വരാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ടങ്ങാൻ വയ്യ, എനിക്ക് ഒരുങ്ങണം, എനിക്ക് കമ്മലിടണം, പൊട്ട് കുത്തണം നോക്കാൻ പറഞ്ഞിട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിച്ചിരിക്കുന്നു എന്ന് മാത്രം. പിന്നെ വൈകുന്നേരം ആയിരുന്നപ്പം ചക്കയൊക്കെ വെട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നല്ല അധികം മൂക്കാത്ത ചക്കയാണ് എനിക്ക് വറക്കണം എന്നൊരാഗ്രഹം. പിന്നെ വീട്ടിൽ എപ്പോൾ ചക്കയാണെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വറക്കുന്നത് ഞാനായിരിക്കും. അപ്പം ചക്കയെല്ലാം ഒരേ ഷേപ്പിന് അരിഞ്ഞ് നല്ല മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുറച്ച് നേരം തിരുമ്മി വെച്ചായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പം ഇത്തിരി കഴിഞ്ഞപ്പം ഞാൻ അത് വറക്കാൻ പോയിട്ടോ. പിന്നെ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഉരുളിയിൽ തന്നെ ചാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചക്കയുടെ മണം അടിച്ചിട്ട് ഒരാൾക്ക് അവിടെ നിൽക്കപ്പുറതില്ല കേട്ടോ. ഞാൻ എന്തുണ്ടാക്കുവാണേലും വന്ന് വായും തുറന്ന് നിൽക്കും. അതുമാത്രമല്ല ആ സമയത്ത് രണ്ടെണ്ണത്തിനെയും കളിക്കാൻ വിട്ടേക്കുമായിരുന്നു. പിന്നെ അമ്മ അവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പം വറക്കുന്നതിൻ്റെ സ്മെല്ലും എല്ലാം കൂടി ആയിട്ട് അവന് പിടിച്ച് നിൽക്കത്തില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞ് ഇട്ട് കൊടുത്തില്ല എൻ്റെ അടുത്തൊന്നും മാറത്തില്ല. എന്നെക്കൊണ്ട് പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചിക്കൻ കറിയൊക്കെ വെച്ചേനെ കേട്ടോ. എന്തായാലും ഇന്ന് എന്നെക്കൊണ്ട് ഒട്ടും പറ്റത്തില്ല. പിന്നെ ഇതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ ചക്ക വറക്കലൊക്കെ. ഒരാളുടെ കണ്ണ് തിളങ്ങിയിട്ട് നിൽക്കത്തില്ല കേട്ടോ. അവന് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ നിൽക്കത്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. അങ്ങനെ അവിടെ ചക്ക വറുത്ത് തീർന്നില്ലായിരുന്നു. ഇടയ്ക്ക് വന്ന് നോക്കും, വറക്കും. ഞാൻ എപ്പോൾ വറുത്താലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, ഒന്നെങ്കിൽ അത് കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അത് ശരിക്കാവത്തില്ല. എങ്ങനെയാക്കിയാലും അത് കറക്റ്റായിട്ട് ഇന്നേ വരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ പോയി കുളിച്ചു കേട്ടോ. പിന്നെ ചക്ക ചൂടാറിയിട്ട് നല്ല ടിന്നിലൊക്കെ ഇട്ട് അടച്ച് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇത് തീരുന്നേടം വരെ എല്ലാം ഇതിന് ചുറ്റിപ്പറ്റിയായിരിക്കും. അപ്പോൾ ഒരാൾക്ക് ഉറക്കമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് പിന്നെ ഫ്രഷൊക്കെ ആയിട്ട് ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.